differential operators. Next session, differential operators. What do you mean by an operator? What do you mean by a differential operator? Which are the properties of differential operators, etc. And before explaining or before considering an operator, consider these two functions. Let f of x is equal to x square plus 1 and g of x is equal to sin x be any two functions defined on x. അത് എക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എടുക്കും. ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൺസിഡർ ചെയ്തത് വിച്ച് ആർ ദ ബേസിക് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് on functions. That means the sum of two functions f plus g of x. Similarly, the difference between them f minus g of x, the product f into g of x, and the composition f dot g of x. Similarly, f divided by g of x, which are the basic operations in mathematics. Addition, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഇതാണ് 4 അടിസ്ഥാന ക്രിയകൾ. പക്ഷെ ആ ക്രിയകൾ എപ്പോഴും എന്താണെന്ന് അറിയാമോ, രണ്ട് ഫങ്ഷൻസ് അഥവാ രണ്ട് സംഖ്യകൾ അങ്ങനെ തമ്മിലാണ്, രണ്ടെണ്ണം തമ്മിലാണ്. അല്ല, ഇഫ് എഫ് എക്സും ജി എക്സും തന്നാൽ വി ക്യാൻ ഡിഫൈൻ അതിൻ്റെ സമ്മ് എഫ് പ്ലസ് ജി, അതുപോലെ ഡിഫറൻസ് എഫ് മൈനസ് ജി, പ്രോഡക്റ്റ് എഫ് ഇൻറ്റു ജി, കോഷ്യൻ്റ് എഫ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. പക്ഷേ അതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻസ് എന്തായിരിക്കും, രണ്ട് ഫങ്ഷൻസ് തമ്മിലുള്ള ഓപ്പറേഷൻസാണ്. അല്ല, 5 + 3 എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ തമ്മിലാവും കിട്ടുന്നത്. ഇനി എയും ബിയും രണ്ട് മെട്രിക്സുകളായാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നതാണ്, അത് രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള സമ്മാണ്. അതായത് ബേസിക് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ മെട്രിക്സസ് ആണ്. പക്ഷേ നൗ വി കൺസിഡർ വാട്ട് യു മീൻ ബൈ ആൻ ഓപ്പറേറ്റർ. ഇത് നമുക്കറിയുന്ന പ്രത്യേകതയാണ്. ഏതാ രണ്ട് ഫങ്ഷൻസ് തന്നാൽ അതിൻ്റെ സമ്മ് ഡിഫൈൻ ചെയ്യാനുള്ള മാർഗം. അതായത് ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ദെൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ്, f plus g of x is equal to f of x plus g of x. What is f of x? X square plus 1 plus g of x means sin x. That is f plus g of x is equal to x square plus 1 plus sin x. f into g of x is equal to f of x into g of x. And f of x means x square plus 1 into sin x. And the f dot g composition, f dot g of x is equal to, sorry, g dot f of x is equal to g of f of x. f dot g of x is equal to f of g of x. അന്നേരം g of f of x ന്റെ വാല്യൂ f of x is equal to x square plus 1 എന്ന് കൊടുക്കും. What is g of y? g of x sin x, g of y എന്തായാലും sin y. അന്നേരം g of x square plus 1 means sin of x square plus 1. ഈ എഴുതിയിരിക്കുന്ന ക്രിയകളൊക്കെ ദീസ് ആർ ദ ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ ഫങ്ഷൻസ്. അത് രണ്ട് ഫങ്ഷൻസ് തന്നാൽ അവ തമ്മിൽ ക്രിയ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. അഥവാ രണ്ട് മെട്രിക്സുകളാണെങ്കിൽ അതിൻ്റെ സമ്മ്, ഡിഫറൻറ്റ്, പിന്നെ അതുപോലെ ഡിഫറൻസ്, ദെൻ അതിൻ്റെ പ്രോഡക്റ്റ്, അതൊക്കെ രണ്ട് ഫങ്ഷൻസ് തമ്മിലാണ്. പക്ഷേ ഒരു മെട്രിക്സ് തന്നാൽ ആ ഒരു മെട്രിക്സിൽ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പ്രക്രിയകളുണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. അതിനെ വി കോൾ ട്രാൻസ്ഫർമേഷൻസ് എന്നാണ്. ഏതാ ഒരു മെട്രിക്സിനകത്ത് ഡിഫൈൻ, ഒരു മെട്രിക്സ് തന്നാൽ അതിൽ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ട്രാൻസ്ഫർമേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇൻ്റർചേഞ്ചിങ് ടു റോസ്, രണ്ട് റോകൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അത് ആ മെട്രിക്സിൽ തന്നെ ചെയ്യുന്ന ക്രിയയാണ്. ഒരു മെട്രിക്സ് തന്നാൽ അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്രിയകളാണ്. ഇനി ഇൻ്റർചേഞ്ചിങ് ടു കോളംസ്, രണ്ട് കോളങ്ങൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. ഇനി ഒരു കോളത്തെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു കോളത്തോട് കൂട്ടുക, അല്ലേ? മൾട്ടിപ്ലൈ any row or column by a constant and added to any other row or column of the matrix. ഇങ്ങനെ കുറേ ഒരു മെട്രിക്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്രിയകളുണ്ട്. അതിനെയാണ് വാട്ട് വി കോൾ ട്രാൻസ്ഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇൻ ദി സെയിം വേ ഒരു മെട്രിക്സ് അല്ല ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുന്ന ട്രാൻസ്ഫർമേഷൻ, അതിനെയാണ് വാട്ട് വി കോൾ എൻ ഓപ്പറേറ്റർ. ഏതാ രണ്ട് ഫംഗ്ഷൻസ് തമ്മിലല്ല, ഒരു ഫംഗ്ഷൻ തന്നു എഫ് ഓഫ് എക്സ് അല്ല y1 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റണം. അതിന് ചെയ്യാൻ പറ്റുന്ന ആ ട്രാൻസ്ഫോർമേഷൻസിനെയാണ് വാട്ട് വി കോൾ ഏത് എൻ ഓപ്പറേറ്റർ. നിങ്ങൾ നോക്കുക, വാട്ട് യു മീൻ ബൈ എൻ ഓപ്പറേറ്റർ? എൻ ഓപ്പറേറ്റർ മീൻസ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ്. എൻ ഓപ്പറേറ്റർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് വേണമെങ്കിൽ ഒരു റൂൾ എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു പ്രക്രിയ, ഒരു പ്രോപ്പർട്ടി ബൈ അല്ലെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫോംസ് എ ഫംഗ്ഷൻ ഇൻ ടു അനദർ ഫംഗ്ഷൻ.
അത് ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുന്ന ഒരു റൂൾ, ആ ട്രാൻസ്ഫോർമേഷൻ, അതിനെയാണ് വാട്ട് വി കോൾ എൻ ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൈൻ എക്സ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ലെറ്റ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് അംഗീകരിക്കുക. ക്യാപിറ്റൽ ഡി കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളത് പ്ലസ് എന്നുള്ളത് ചിഹ്നം ഇടുക, ഇൻറ്റു എന്നുള്ളത് നമ്മൾ ക്രോസ് പോലെ മാർക്ക് ചെയ്യും. അതൊക്കെ ഒരു നൊട്ടേഷൻസാണ്. എന്ന് പറയുന്ന പോലെ ഒരു ക്രിയയാണ് പറയുന്നത്, ഒരു ഓപ്പറേഷൻ, ഒരു പ്രോപ്പർട്ടി, ഒരു പ്രക്രിയ ആയിട്ടാണ് പറയുന്നത്. എന്തായിരിക്കും ലെറ്റ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ്. ദെൻ വാട്ട് ഈസ് ഡി ഓഫ് വൈ? വൈ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡി ഓഫ് വൈ എന്ന് പറയുമ്പോൾ അന്നേരം ഈ വൈയെ നമ്മൾ ഡി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഡി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ എന്തായിരിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? ഡി ഓഫ് വൈ ഈസ് ഡെറിവേറ്റീവ് ഓഫ് വൈ. ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഏതാണ്? വൈ ഡാഷ് ആണ്. എന്നാൽ ഈ പറയുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ വൈയെ വൈ ഡാഷിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന, അത് വൈ കൊടുത്താൽ വൈ ഡാഷ് ആക്കി മാറ്റുന്ന ഈ ഡി, ആ ട്രാൻസ്ഫോർമേഷൻ, ആ പ്രോപ്പർട്ടി, ആ റൂൾ, ആ ട്രാൻസ്ഫോർമേഷനെയാണ് വാട്ട് വി കോൾ an operator. നമ്മൾ ഇതിൻ്റെ അടുത്ത് നോക്കിയാൽ ഡി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ്. വാട്ട് ഈസ് ഡി സ്ക്വയർ വൈ? ഡി സ്ക്വയർ വൈ മീൻസ് ഡി ഓഫ് വൈ. ഇതെന്താ? ഡി ഓഫ് വൈ മീൻസ് വൈ ഡാഷ്. That is derivative of d of y dash is equal to y2 dash. That means d square of y is equal to വരുന്ന അർത്ഥം y2 dash. For example, derivative of sin x, d sin x. d of sin x is equal to, that means derivative of sin x is equal to ഏതാണ്? cos x. അന്നേരം ഈ d എന്താ ചെയ്യുന്നത്? ഈ sin x എന്നുള്ള ഫംഗ്ഷനെ cos x എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനായി ട്രാൻസ്ഫോം ചെയ്യും. അത് ഒരു ഫംഗ്ഷനിൽ തന്നെ ചെയ്യുന്ന പ്രക്രിയ, അല്ലാതെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് സൈൻ എക്സ് വേറൊരു ഫംഗ്ഷൻ കോസ് എക്സ് തന്ന് അത് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ അല്ല, ഒരു ഫംഗ്ഷനിൽ തന്നെ ചെയ്യുന്ന പ്രക്രിയയാണ്. ഈ സൈൻ എക്സിനെ ഇതിലേക്ക് മാറ്റി ട്രാൻസ്ഫോം ചെയ്യും, കോസ് എക്സ് ആക്കി മാറ്റും. ആ മാറ്റുന്ന ഈ ഡി അതൊരു പ്രക്രിയ, ഒരു റൂളാണ്, ഒരു നിയമം പോലെ പറയുന്നതാണ്, ഒരു നിബന്ധനയാണ്, അഥവാ ട്രാൻസ്ഫോർമേഷൻ. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡിഫൈൻഡ് as an operator. ഇനി അതിൽ d of e raised to 5x. What is d raised to 5x? Derivative of e raised to 5x. അല്ല, എന്നാൽ e raised to 5x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. What is derivative of e raised to 5x? e raised to 5x into 5. അതായത് e raised to 5x-നെ ഈ 5 e raised to 5x-ലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു റൂൾ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, this d is an operator. Okay? Then അടുത്തത് നോക്കി ഡി പ്ലസ് 3i ഓഫ് എക്സ്. എന്നാൽ ഡി വന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഡി പ്ലസ് 3i ഓഫ് എക്സ്. വാട്ട് ഈസ് ഡി ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ്. 3i ഓഫ് എക്സ്. ഈ 3 ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ ഒരു ഓപ്പറേറ്റർ പ്രക്രിയയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഐ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ മീൻസ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഏതിനെയും അതിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഫംഗ്ഷൻ, ആ പ്രോപ്പർട്ടി, ആ ട്രാൻസ്ഫോർമേഷൻ. ഐ ഓഫ് 5 ഈസ് ഈക്വൽ ടു 5, ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, ഐ ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഡി ഒരു ഓപ്പറേറ്ററാണ്, 3 ഒരു നമ്പറാണ്. അങ്ങനെ ഡി പ്ലസ് 3i ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. അതിന് ഡി പ്ലസ് 3 ഓഫ് എക്സ് എന്ന് എഴുതാൻ എന്തായിരിക്കുന്നതാണ്? അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ കൊടുത്തു, ഏതിനെയും അതിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ ഡി പ്ലസ് 3i ഓഫ് എക്സ് മീൻസ് ആദ്യം എന്താണ്? ഡി ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് പ്ലസ് പിന്നെ അടുത്ത 3i ഓഫ് എക്സ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. 3 ഇൻറ്റു ഐ ഓഫ് എക്സ് മീൻസ് ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും, വൈ ആണെങ്കിൽ വൈയിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ, അല്ല ഐഡന്റിറ്റി ഓപ്പറേറ്റർ. എന്നാൽ 3 ഇൻറ്റു ഐ ഓഫ് എക്സ് മീൻസ് എക്സ്. Second, then consider this one. What is d of x square plus 1? d of x square plus 1 means derivative of x square plus 1 എന്നാണ്. What is derivative of x square plus 1? ഈ x square plus 1 ഒരു ഫംഗ്ഷൻ്റെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മ ഏതൊക്കെയാണ്? ഒന്ന് f of x is equal to x square, അതിൽ g of x is equal to 1. അതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്. എന്നാൽ ഡെറിവേറ്റീവ് ഓഫ് x square plus 1 is equal to നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് x square plus ഡെറിവേറ്റീവ് ഓഫ് 1. ഡെറിവേറ്റീവ് ഓഫ് x square is equal to x. ഡെറിവേറ്റീവ് ഓഫ് 1 is equal to 0. അപ്പോൾ ഇതുപോലെ ഈ ഫംഗ്ഷൻ എന്താകും? സമ്മായി വരും. അടുത്ത എന്തായാലും അറിയോ, ഈ ക്രിയകൾ തന്നെ എന്തായിട്ട് വരുന്ന അർത്ഥം ഈ ഓപ്പറേറ്റർ തന്നെ സമായിട്ട് വരും. സെക്കൻഡ്, എന്തായാലും വാട്ട് ഈസ് ഡി സ്ക്വയർ പ്ലസ് ഡി ഓഫ് സൈൻ എക്സ്. ഡി സ്ക്വയർ പ്ലസ് ഡി ഓഫ് സൈൻ എക്സ് മീൻസ് അതിന് ഡി സ്ക്വയർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും, ഡി സ്ക്വയർ സൈൻ എക്സ് പ്ലസ് അടുത്ത് ഡി ഉണ്ട്
d of sin x. ഇത് d square sin x means ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് sin x എന്നാണ് അല്ലേ. d square y is equal to നമ്മൾ കണ്ടല്ലേ, d square y is equal to എന്താണ് y2 dash. അങ്ങനെ d square of sin x means sin x ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് cos x വീണ്ടും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് sin x എന്തായിരിക്കും cos x. അന്നേരം an operator means it is a transformation which transforms a function into another function. അതായത് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനിൽ ചെയ്യുന്ന പ്രക്രിയയാണ്. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുന്ന ഒരു റൂൾ, ആ നിബന്ധന, ആ പ്രക്രിയ, അതിനെയാണ് വാട്ട് വി കോൾ, ആ ട്രാൻസ്ഫോർമേഷനെയാണ് വാട്ട് വി കോൾ എൻ ഓപ്പറേറ്റർ. അന്നേരം വാട്ട് യു മീൻ ബൈ എൻ ഓപ്പറേറ്റർ? എൻ ഓപ്പറേറ്റർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ that transforms a function into another function. ഓക്കെ, എന്നാൽ ഇതൊന്ന് നിങ്ങൾ സേവ് ചെയ്തിട്ട് നോട്ടിലേക്ക് എന്തായാലും ഓപ്പറേറ്റർ എന്നുള്ള പ്രോപ്പർട്ടി എന്തായാലും ഡെഫിനിഷൻ എന്തായാലും കാണാപ്പെടാമായിരിക്കും. ബാക്കി നിങ്ങൾ നോക്കിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് ഓപ്പറേറ്റർ അതൊന്ന് നോക്കുക, ഇന്ന് നോട്ടിലേക്ക് വന്നു. What is meant by differential operator? You have already seen an operator. An operator means it is a transformation which transforms a function into another function. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എന്തായിരിക്കുന്നതാണ് ഡി എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ നോക്കി. ഡി മീൻസ് ഡെറിവേറ്റീവ്. അതുപോലെ ഇൻ്റഗ്രൽ എടുക്കാം, ഐ എടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ, അതുപോലെ ട്രാൻസ്ഫോർമേഷനാണ് അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് sin x ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്, എന്നാൽ അതൊരു ഓപ്പറേഷനാണ്, ഒരു ഓപ്പറേറ്ററാണ്. ഇനി ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ കൊണ്ട് അർത്ഥമാക്കുന്നത് an operator which transforms an operator capital D which transforms a function into its derivative. അതായത് ആ ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ അതിൻ്റെ ഇതിലേക്ക് മാറുന്ന അർത്ഥം, ഡെറിവേറ്റീവിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അങ്ങനെയുള്ള ആ ഡെറിവേറ്റീവിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഓപ്പറേറ്ററെയാണ് വാട്ട് വി കോൾ എ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. എ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ മീൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ വിച്ച് ട്രാൻസ്ഫോംസ് എ ഫംഗ്ഷൻ y into its derivative y dash is defined as a differential operator. That means the operator d, നമ്മൾ നേരത്തെ നോക്കിയതാണ്, d means derivative which transforms a function into its derivative is known as differential operator. ഒരു ഫംഗ്ഷനെ അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഈ d എന്ന് പറയുന്ന ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഓപ്പറേറ്ററിനെയാണ് വാട്ട് വി കോൾ എ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. Then it can be seen that what is derivative of a constant into y? What is derivative of 5x? Derivative of 5x is equal to 5 into derivative of x. What is derivative of 10 sin x? 10 into derivative of sin x. Constant outside. That means derivative of c into y is equal to c into derivative of y. That is, this operator കൊണ്ട് cy എന്ന് പറയുന്ന ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്താൽ c into dy ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് cy is equal to c into d of y. അതേപോലെ തന്നെ what is y1 ഉം y2 ഉം രണ്ട് ഫംഗ്ഷൻസ് ആയിരിക്കുക. ഈ y1 and y2 are two functions, then a linear combination of y1 and y2, that is a constant c1 into y1 plus c2 into y2. What is derivative of this one? The derivative of d of c1 y1 plus c2 y2 is equal to c1 derivative of a constant into y1. And the constant outside vary. That is c1 into derivative of y1 plus c2 into derivative of y2. This is known as the linearity property of this operator. Linear ആയിട്ട് വന്നാൽ, linear combination ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? Derivative of y1 plus y2 is equal to derivative of y1 plus derivative of y2. അതിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് കൂടെ വന്നാൽ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് c1 y1 പ്ലസ് c2 y2 ഈസ് ഈക്വൽ ടു c1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 പ്ലസ് c2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y2, വിച്ച് ഈസ് നോൺ ആസ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് എ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d. Then next we consider let L is equal to or a polynomial in d. ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d ഉണ്ടെന്ന്, ആ d കണക്ട് ചെയ്യുന്ന ഒരു പോളിനോമിയൽ എടുക്കുക. ഫോർ എക്സാമ്പിൾ d സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റന്റ് a ഇൻറ്റു d പ്ലസ് b ഇൻറ്റു i, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അല്ലാതെ b എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സംഖ്യയെ അതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം d സ്ക്വയർ പ്ലസ് 3d പ്ലസ് 5 എന്ന് മാത്രമായാൽ ആ 5 ഇൻറ്റു എൻ എക്സ് വേണം. എന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്
ഒരു കോൺസ്റ്റന്റ് വന്നാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓപ്പറേറ്റർ ചേർത്ത് പറയും. That is d square plus a into d plus bi. Then for any function y is equal to y of x. ഏത് ഫംഗ്ഷൻ എടുത്താലും what is L of y നോക്കിക്കേ. L of y is equal to polynomial in d. അത് polynomial d means polynomial d is the differential operator of y. That is d square plus ad plus bi of y. അല്ലേ? L is equal to d square plus ad plus bi എന്ന of y. That is equal to linearity property ഉണ്ട്. അന്നേരം അതിന്റെ d square of y plus a into a constant a ആണ് into d of y plus b into I of y. What is d square y? D square y means second derivative of y. d of y, that is y2 dash. That is equal to, that is L of y is equal to polynomial in d of y is equal to y2 dash plus a into y dash plus b into I of y means identity operator property ഏതിനെയും അതിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും. I of y is equal to, what is this? y2 dash plus ay dash plus by is equal to 0 എന്നുള്ളതാണ് ഇത് a second order homogeneous linear ordinary differential equation with constant coefficients. അല്ലേ? എന്നാൽ സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഓപ്പറേറ്ററിന്റെ ടേംസിലേക്ക് മാറ്റാം. d square plus a into d plus b into y. d square plus a into d plus b into y. ഇത് പോളിനോമിയൽ d ആണ്. ആ ഓപ്പറേറ്റർ തമ്മിലുള്ള ലീനിയർ കോമ്പിനേഷൻ ആണ്. അതിനെ ഈ ടേംസിലേക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എഴുതാം. അന്നേരം ദിസ് ഈസ് നോൺ ആസ് p of d അഥവാ n is equal to d square plus ad plus bi is known as the second order differential operator. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ d plus a constant into i, d plus 3i of x എന്നൊക്കെ പറഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d square plus a into d plus b into i is defined as second order differential operator. ഇനി അതുപോലെ d plus i, d plus 5i അതൊക്കെ എന്തായിരിക്കും? d plus 5i സെക്കൻഡ് ഫസ്റ്റ് ഓർഡർ ആണ്. d സ്ക്വയറിൻ്റെ ടേം എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡിയുടെ ടേം പ്ലസ് ബി ഐ ആ ഫോമിൽ വന്നാൽ അതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് എ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. എ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ മീൻസ് an operator which transforms a function y into its derivative y dash is defined as a differential operator. And again, a function and a polynomial in d which is in first degree. For example, I did d plus ai അഥവാ d plus bi. അങ്ങനെ എടുത്താൽ അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. Then this one, ഇത് n is equal to d square plus ad plus bi. This is defined as the second order differential operator. The first order, what do you mean by differential operator? Definition ഒക്കെ പഠിക്കേണ്ടതാണ്. എന്നാൽ ഇതൊന്ന് സേവ് ചെയ്ത് നോട്ടിലേക്ക് വന്നു. Using the differential operator. Question: apply the differential operator. Differential operator which will not by du. Differential operator, which differential operator? d plus 3i. Apply d plus 3i, the operator d plus 3i to the functions. First one, y is equal to x square minus 5x plus 2. Similarly, second problem, y is equal to sin pi x plus 2 cos pi x. Which is the differential operator? d plus 3i. And we have to apply this differential operator d plus 3i to these two functions. The first one, consider y is equal to, or given y is equal to x square minus 5x plus 2. Then apply this differential operator d plus 3i to y, d plus 3i of y. d plus 3i of y is equal to d of y, dy plus 3 into I of y. And linearity property ഉണ്ട്. d square plus ad plus bi of y is equal to d square y plus a dy plus b into y എന്നല്ലേ? That is d of y plus 3i of y. That is derivative of y. Y means x square minus 5x plus 2 plus 3i of x square minus 5x plus 2. What is derivative of this one?
derivative of x square 2x, derivative of minus 5x minus 5, derivative of 2 0, 3 into ഇത് I of x means അതിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും. I of x square equal to x square, I of 5x minus 5x plus 2, that is 3 into x square 3x square, then 3 into 5x minus 15x plus 2x minus 13x, then 3 into 2 6 minus 5 1. Or if we apply the operator d plus 3i to this function, then we have this one. അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഈ വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ അതിൻ്റെ ഔട്ട്പുട്ട് ആയി കിട്ടും. അതിനെയാണ് വാട്ട് വി കോൾ എ ട്രാൻസ്ഫോർ ഓപ്പറേറ്റർ, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. Similarly, second problem, y is equal to sin pi x plus 2 cos pi x. Then what is d plus 3i of y? d of y plus 3i of y. That is derivative of sin pi x plus 2 cos pi x plus 3 into I of sin pi x plus 2 cos pi x. Derivative of sin cos pi x. In pi x in the pi. Now derivative of this one means pi cos pi x. Then plus 2 into cos in derivative minus sin pi x into pi. That is minus 2 pi sin pi x. Plus 3 into I of sin pi x means same function ആണ് കിട്ടുക. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അതാണ്, ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതിനെയും അതിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും. അന്നേരം 3 into sin pi x plus 3 into 2 6 cos pi x, 3 into sin pi x plus 2 cos pi x, 3 sin pi x plus 3 into 2 6 cos pi x. That's equal to ഇത് cos pi x ന്റെ ടൈമാണ്, ഇത് cos pi x ന്റെ ടൈമാണ്. Then 6 plus pi into cos pi x, and the sin pi x is outside എടുത്താൽ 3 minus 2 pi into sin pi x. എന്നാൽ 3 plus sin എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആ രണ്ട് ഫംഗ്ഷൻസിന് അപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ ഈ വാല്യൂ, രണ്ടാമത്തെ ഇതുമായിരിക്കും. ഓക്കെ, എന്നാൽ ഇത് നിങ്ങളൊന്ന് സേവ് ചെയ്യുക, നോട്ടിലേക്ക് പകർത്തുക. Apply the differential operator d square minus 2d, that differential operator d square minus 2d to the function y is equal to x raised to x. Okay, then given y is equal to x raised to x, then we have d square minus 2dy. Apply that differential operator to this function means d square minus 2d of y. d ആണ് apply ചെയ്തെങ്കിൽ d of y, then d square minus 2dy, that is linearity property apply that d square y minus 2 into d of y. That is d square y യുടെ വാല്യൂ x raised to x minus 2d x raised to x. Okay, then derivative of x raised to x. Derivative of x raised to x means derivative of a product first into derivative of e raised to x plus second into e raised to x into derivative of x1. That is x raised to x plus e raised to x. അതാണ് d of e raised to x raised to x, d of y. നമുക്ക് എന്താണ് d square of x raised to x ആണ്, d square y. What is d square y? d square y means d of y, or d square x raised to x is equal to d of derivative of x raised to x. Then d square x raised to x is equal to derivative of d of x raised to x. What is d of x raised to x? This way, that is d of the x raised to x plus e raised to x. ഇവിടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇതാണ് പ്രോഡക്റ്റ്, ഇതല്ല സെക്കൻഡ്. ഇതിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ പ്ലസ് ഇ റേസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ആഡ് ചെയ്താൽ 2 ഇ റേസ് ടു എക്സ്. Therefore നമുക്ക് കാണേണ്ട വാല്യൂ ഏതാണ്? ഈ വാല്യൂ അല്ലേ, that is d square minus 2d of y. Therefore d square minus 2dy is equal to ഇതിന്റെ വാല്യൂ d square of x e raised to x. d square x e raised to x is equal to the x e raised to x plus 2 e raised to x minus 2 into derivative of x e raised to x. And then 2 into x e raised to x plus e raised to x. That is
ഇത് 2e raised to x minus 2e raised to x cancel ചെയ്യും. ബാക്കി x e raised to x minus 2x e raised to x is equal to minus of x e raised to x. Or if y is equal to x e raised to x, then d square minus 2dy കൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്താൽ d square minus 2dy is equal to this one minus x e raised to x. ഇതും എന്ത് ചെയ്യുക? ഇറ്റ്സ് വെരി സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇത് ചെറിയ 1 മാർക്കിൻ്റെ അങ്ങനെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. അന്നേരം ഇതും എന്ത് ചെയ്യുക? ഒന്ന് സേവ് ചെയ്ത് നോട്ടിലേക്ക് പകർത്തുക. If y is equal to e raised to minus 4x, find d plus 4 into d minus 1 of y. അതായത് ഇത് രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഫോമിൽ വരുന്നത് d plus 4 into d minus 1 of y. അത് നമുക്ക് എന്ത് ചെയ്യാം? d plus 4 of y എടുക്കാം into d minus 1 of y എടുക്കുക. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് d plus 4 of y എടുക്കുക, y is equal to e raised to minus 4x. അടുത്ത d minus 1 of y എടുക്കുക, എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും മതി. പക്ഷെ അതിനേക്കാൾ എളുപ്പം എന്ത് ചെയ്യുക? അത് ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. d plus 4 into d minus 1. What is d plus 4 into d minus 1? d into d, d square. 4 into d, sorry, d into d, d square, d into minus 1, minus d. 4d, 4 into minus 1, 4, minus 4. That is d square 4d minus d, 3d minus 4i. Minus 4 means minus 4i. Minus 4i. Therefore, d plus 4 into d minus 1 of y means d plus 4 into d minus 1 of y is equal to this product. d square plus 3d minus 4i of y. ആ പ്രോഡക്റ്റ് എടുത്തു, ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തു, എന്നിട്ട് അത് ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു d square y. ലീനിയറിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. പ്ലസ് 3 ഇൻറ്റു കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് വന്നാൽ ഡെറിവേറ്റീവ് ഓഫ് y മൈനസ് 4 ഇൻറ്റു ഐഡന്റിറ്റി ഓപ്പറേറ്റർ i ഓഫ് y. That is d square of y e raised to minus 4x plus 3 into derivative of e raised to minus 4x minus 4i e raised to minus 4x. What is the derivative of e raised to minus 4x? Derivative of e raised to minus 4x is equal to e raised to e raised to minus 4x into e minus 4x into minus 4 കൂടെ വരും അല്ലേ? എന്നാൽ ഡെറിവേറ്റീവ് ഓഫ് e raised to minus 4x is equal to minus 4 e raised to minus 4x. ഇനി what is d square of e raised to minus 4x? അതായത് ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും minus 4 ഇൻറ്റു വീണ്ടും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? e raised to minus 4x ഇൻറ്റു minus 4. അതാണ് minus 4 ഇൻറ്റു minus 4. ഡെറിവേറ്റീവ് ഓഫ് e raised to minus 4x. ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതാണ് minus 4 ഇൻറ്റു minus 4 e raised to minus 4x പ്ലസ് 3 ഇൻറ്റു ഇതിൻ്റെ minus 4 e raised to minus 4x minus 4 into i of e raised to minus 4x means ഏതിനെയും ഐഡന്റിറ്റി ഓപ്പറേറ്റർ അതിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും e raised to minus 4x. That is ഇത് 16 e raised to minus 4x minus 12 e raised to minus 4x minus 4 e raised to minus 4x. 12 minus 4 would have 16 minus 16 is equal to 0. That is d plus 4 into d minus 1 of y is equal to ഏതായിരിക്കും? 0. അതായത് ഈ ഫംഗ്ഷന് 0യിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇറ്റ്സ് എൻ ഓപ്പറേറ്റർ d plus 4 into d minus 1. അതിൻ്റെ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് ഒന്ന് വേഗം സേവ് ചെയ്ത് നോട്ടിലേക്ക് പകർത്തുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. 3 കണക്കുകൾ കൂടി നിങ്ങൾ ഹോംവർക്കുകളായിട്ട് ചെയ്യുക. 3 അല്ല 4 കണക്കുകൾ ഉണ്ടാവും. ഫസ്റ്റ് വൺ, ഇഫ് y is equal to 9 e raised to minus 3x 9 e raised to minus 3x find d plus 3i of y. അതായത് d plus 3i കൊണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ d plus 3i അതിന് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഏത് ഫംഗ്ഷൻ കിട്ടും? അതാണ് ഓപ്പറേറ്ററിൻ്റെ. രണ്ടാമത്തത്, if y1 is equal to sin h 2x find d square minus 2d of y1. ഇതിൻ്റെ d square minus 2d ഇതിന് അപ്ലൈ ചെയ്യാം. സിമിലർലി രണ്ടാമത് വേറെ ഫംഗ്ഷൻ y2 is equal to e raised to 2x plus 5 e raised to 2x plus 5 2xൻ്റെ കൂടെ അല്ല 5 find d square minus 2d of y2 also. അതായത് ഈ രണ്ട് ഫംഗ്ഷൻസിനും d square minus 2d അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അഥവാ ഈ ഓപ്പറേറ്റർ കൊണ്ട് ഇതിനെയും ഓപ്പറേറ്റ് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ അത് ഓപ്പറേറ്റ് ചെയ്താൽ അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ ഏത് ഫംഗ്ഷൻസ് കിട്ടും?
അഥവാ ഇത് രണ്ടിനെയും ഏത് ഫംഗ്ഷനിലേക്ക് ഈ പറയുന്ന ഓപ്പറേറ്റർ ട്രാൻസ്ഫോം ചെയ്യും. തേർഡ് വൺ, if y is equal to x e raised to minus 4x, find d plus 4 into d minus y I of y. d plus 4 into d minus 1 of I എന്നാണ്. d plus 4 I into d minus 1 of I into y is equal to, അതായത് ഇതുകൊണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് d plus 4 എന്ന് പറഞ്ഞാൽ d plus 4 I എന്നാണ് അർത്ഥം. അപ്പം I എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? I ചെയ്യുക. എന്നാൽ ഈ കണക്കുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പകർത്തിയിട്ട് അത് ഹോംവർക്ക് ബുക്കിലേക്ക് അത് പകർത്തുക. എന്നിട്ട് അത് ഹോംവർക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യുക.